പ്ലം കേക്ക് ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷമില്ല. അങ്ങനെ പ്ലം കേക്കൊക്കെ മുറിച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയി വാങ്ങിച്ച് കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പണിത് വെച്ചേക്കുന്ന ഈഫിൾ ടവറാണ്. അപ്പോൾ ഇങ്ങനെ ഈഫിൾ ടവർ കാണാൻ പാരീസ് വരെ പോകേണ്ടി വന്നില്ല. അങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. തൊട്ടപ്പുറത്ത് കണ്ട വീടാണിത്. എന്ത് ഭംഗിയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുത്തമ്പള്ളി പോയി. അപ്പോൾ എല്ലാ കൊല്ലം നമ്മൾ പറ്റുമ്പോൾ പുത്തമ്പള്ളി പോകാറുണ്ട്. കുറച്ച് നേരം പള്ളിയുടെ ഉള്ളിലൊക്കെ കയറിയിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. ഫുൾ ലൈറ്റ്സ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ വലിയ പുൽക്കൂടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ക്രിപ്പ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവാറുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ട്രെയിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ നടുവിലാലിൻ്റെ അവിടെ വേറൊരു ക്രിസ്മസ് ട്രീ നോക്കിയപ്പോൾ അതാണ്ട് ആ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു. കോർപ്പറേഷൻ്റെ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയപ്പോൾ അതാ കണ്ടു ബിനിയുടെ അവിടെ നല്ല തിക്കും തിരക്കും ബഹളും കുറേ ലൈറ്റ്സും. എന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു മ്യൂസിക്കൽ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലും കയറി ഡെക്കറേഷൻ്റെ കാര്യത്തിൽ പിന്നെ അടിപൊളിയാണല്ലോ. നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ആ പാട്ടും മേളൊക്കെ കണ്ടങ്ങനെ തിരിച്ചു പോയി.